ഹരി ഓം. നമസ്തേ ദേവി നാരായണീയം. ശ്ലോകം 2, ദശകം 2 ഹയഗ്രീവ കഥ. ദൃഷ്ട്വാ ച നിദ്രാവശകം പ്രഭും തം അധിജ്യ ചാവാഗ്രസമർപ്പിതാസ്യം ആശ്ചര്യമാപും വിബുധാനകോപി പ്രബോധയന്തം ഖലു പാപവിദ്യാ. ശ്രീ മഹാദേവ്യൈ നമഃ. അന്യർത്ഥവും പ്രഭും തം, അല്ലയോ പ്രഭുവായ അദ്ദേഹത്തെ, ആതിഥ്യ ചാപാഗ്ര സമർപ്പിതാസ്യം, ഞാൻ വലിച്ചു കെട്ടിയ വില്ലിൻ്റെ അറ്റത്ത് മുഖം വെച്ചുകൊണ്ട് നിദ്രാവശകം ഇരുന്നുറങ്ങുന്നവനായി, ദൃഷ്ട്വാച കണ്ട്, വിബുധാഹ ദേവന്മാർ, ആശ്ചര്യം ആബുഹു അത്ഭുതപ്പെട്ടുപോയി, പാപഭീത്യാ ഖലു പാപഭീതി മൂലം, തം കോപി അദ്ദേഹത്തെ ആരും ന പ്രാബോധയത് വിളിച്ചുണർത്തിയില്ല. മേൽപ്പറഞ്ഞ ദേവാസുര യുദ്ധത്തിൽ ദേവസേനാപതിയായി നിന്ന് യുദ്ധം ചെയ്തത് വിഷ്ണുവായിരുന്നു. അസുരന്മാർ നശിച്ചുവെങ്കിലും ഭഗവാനും തളർന്നു. ഞാൻ വലിച്ചു കെട്ടിയ വില്ല് നിലത്ത് കുത്തിപ്പിടിച്ച് അതിന്മേൽ താടി വെച്ചുകൊണ്ട് അദ്ദേഹം വിശ്രമിച്ചു. അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഈ സമയത്താണ് ദേവന്മാരുടെ വരവ്. വിഷ്ണുവിനെ പങ്കെടുപ്പിക്കാതെ യജ്ഞം ചെയ്താൽ അത് യജ്ഞമാവില്ല. യജ്ഞം നീട്ടിവെക്കാനും വയ്യ. വിഷ്ണുവിനെ വിളിച്ചുണർത്തുക മാത്രമേ അവിടെ ഉപാധിയുള്ളൂ. ആ നേരത്തെ ശിവൻ പറഞ്ഞു, ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തുന്നത് പാപമാണെന്ന്. പാപഭയം മൂലം ആരും വിഷ്ണുവിനെ വിളിച്ചുണർത്താൻ ധൈര്യപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ തളർച്ചയും ഉറക്കവും കണ്ട് ദേവന്മാർ പോലും വിസ്മയിച്ചുപോയി, അതിശയിച്ചുപോയി. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി. ഹരി ഓം.